ഈ ഒരു മലയിലാട്ടോ നമ്മൾ കയറിയത്. ഇത് ഇല്ലിക്കല്ല്. ഇത് നമ്മൾ കയറിയത് ഈ വഴി ഇങ്ങനെ കയറി ഇവിടെ എത്തി. അവിടെ നിൽക്കേ. വെൽക്കം ബാക്ക്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലാണ്. അതായത് അവിടെ തന്നെ ഒരു ട്രക്കിംഗ് സ്പോട്ടുണ്ട്. അപ്പോൾ ട്രക്കൊക്കെ ചെയ്ത് വളരെ ഹാപ്പിയായിട്ട് പോകാനാണ് ഇന്നത്തെ ഒരു പ്ലാൻ. ചുരം പോലെ താഴെ പോയി ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി സ്ഥലം. ഇനി നമുക്ക് മുകളിലേക്ക് കയറണം. മേളിൽ നിന്ന് ഒരുപാട് പേര് താഴത്തേക്ക് വരുന്നുണ്ട്. സമയം 6:30 ആയുള്ളൂ. അപ്പോൾ ഇവരെപ്പോൾ കയറിയതായിരിക്കും. നമുക്കും പതിയെ മേളിലോട്ട് കയറി തുടങ്ങാം. കുത്തനെയുള്ള കയറ്റം. എനിക്ക് തോന്നുന്നു 45 ഡിഗ്രിയേക്കാളും കൂടുതലുണ്ട് ഈ ഒരു ചെരിവ്. അയ്യോ, സൂര്യൻ പതിയെ കയറി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഈ മല നമുക്ക് കയറാം. ഓ, നേരെ നിവർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു മല എന്തായാലും കയറാൻ പറ്റില്ല. ഇവിടെ കുറച്ചേരം ഇരിക്കാം. അങ്ങനെ ഏകദേശം നമ്മളൊരു ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഒട്ടും പറയാൻ പറ്റുന്നില്ല. അതിനുശേഷം ഈ വഴി കൂടെ കയറാം. ഫുള്ള് ഈ ടൈപ്പ് കയറ്റമാണ്. വെള്ളം തീർച്ചയായിട്ടും കൈ കരുതിയില്ലെങ്കിൽ പെട്ടുപോകും. നോക്ക്, നമ്മൾ എത്രത്തോളം വെള്ളം. ഓയോ, പറയാൻ കിട്ടുന്നില്ല. ഇവിടെ വലിയ പാറയൊക്കെ ഉണ്ട്. ഇതിനിടയിൽ നമുക്ക് മഴയത്ത് വേണമെങ്കിൽ നിൽക്കാം. ഇനിയും കുറച്ചുകൂടെ പോകണം. കുറച്ചല്ല, കുറച്ചധികം പോകണം തോന്നുന്നു. കുറേ പേര് വന്നിട്ടും താഴെ നിൽക്കുക. ഞങ്ങൾക്ക് ആരും കയറുന്നില്ലായിരിക്കും. ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല കാറ്റുണ്ട്. തണുപ്പുണ്ടെങ്കിലും വേർത്ത് കുളിച്ചാണ് നമുക്കിവിടെ കയറാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കാറ്റ് ചെറിയൊരു ആശ്വാസമാണ്. നടന്നു വന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ആദ്യത്തെ ഒരു ഇടത്താവളമാണിത്. ഇവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലൂടെ കുറച്ചുകൂടെ മേളിലേക്ക് കയറിയാലാണ് നമുക്ക് കുരിശുള്ളൊരു സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഇവിടം വരെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ ഒരു ടഫായിട്ടുള്ളൊരു ഏരിയ ആണ്. ഈ വഴി എവിടെ ഉണ്ടാവും? വഴി എന്തായാലും കാണുന്നുണ്ട്. ഓ, ആണോ? ഓ, കേറാൻ തോന്നുന്നല്ലേ? ഏത് അവിടെ അവിടെ ഉള്ള പിള്ളേരല്ലേ? അതെ അതെ അതെ, ചെറിയ കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല പഞ്ചായത്തുകാർ ചെയ്ത് വെച്ചേക്കണോ? ഇത് കൊള്ളാം. പിടിക്കേ. ഇതിനകത്ത് ചിലത് കമ്പുണ്ടേ. കമ്പേ പിടിച്ചാൽ പണി കിട്ടും. നീലക്കൊടി വലിയ 500 ആളെ ടോക്കൊന്ന് വയനാട് പറിച്ചിരുന്നു. പക്ഷെ നീല പോലത്തെ പൂ കുറേയുണ്ട്. എന്നാലും ആരാ ഈ കമ്പി കൊണ്ടുകൂടെ കുത്തി? ഇനി കാണാൻ പോകുന്നത് താഴെയുള്ള ആ റോഡിൻ്റെ മാക്സിമം ഹൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതാണ് ആ വ്യൂ.
ഇനി ഇതിലും മേളിൽ നിന്ന് കാണാനുള്ളൊരു ചോയ്സ് ഇവിടെ ഇല്ല. ആളെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന കാറ്റാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ സൈഡിലൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. സൈഡിലോട്ട് പോകാതിരിക്കുക. നല്ല കാറ്റ് വരുമ്പോൾ നമ്മൾ ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോകും. സോ അത് സൂക്ഷിക്കണം. നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അങ്ങനെ നടന്നു അടിപൊളി. ഓഹോ, അങ്ങനെ നമ്മളെ കുരിശ് കണ്ട് ഇല്ലിക്കക്കല്ലിൻ്റെ അടുത്തെത്തി. ഇതാണ് നരകപ്പാലം. അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു. കൊള്ളാം. ആദ്യമൊക്കെ ഇച്ചിരി കുഴപ്പമുണ്ടല്ലോ, പക്ഷേ ഇങ്ങോട്ട് കയറുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഒന്നുകൂടെ വന്നാലും കുഴപ്പമില്ല, പിന്നെയും വരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇല്ലിക്കക്കല്ലിനേക്കാളും പൊക്കത്തിലാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു കുരിശുണ്ട്. ആ കുരിശിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഒരു 70 വയസ്സുള്ളൊരു അമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് കാണുന്ന വഴിയേ, ഓ ആ മലയിലേക്ക് പോകണം അല്ലേ? ഓ അങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞാൽ ഓ ആ അങ്ങോട്ട് പോയിരുന്നല്ലേ? പക്ഷെ കണ്ടിട്ട് താ വരെ പോകാൻ തോന്നുന്നുണ്ട്. ടോർച്ചൊക്കെ കിട്ടും വന്നേക്കണേ. വാൻ സന്നാഹം ഉണ്ടല്ലോ. അതെ അതെ. അതിനെ കട തുറന്ന് അങ്ങനെ പി പി അടിക്കും. ആ ഓ അങ്ങനെ. ശരി ശരി. ആ രാവിലെ എന്തെങ്കിലും പല പുട്ടും കടലേക്കായിട്ട് വന്ന് മേലെ വന്നിട്ട് കഴിക്കുകയാണെങ്കിൽ ഞാനടയ്ക്ക് കൊണ്ടിരുന്നേ ആണോ? ഹലോ ഹലോ. പക്ഷെ മറ്റേ പാമ്പ് 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 കണ്ടില്ലെന്ന് പറഞ്ഞു. വളവളപ്പനോ? ആ അമാരോടെ നിൽക്കാൻ പറ കേട്ടോ. പോയി അത് പോയി കണ്ടാട്ടെ. എങ്ങോട്ടാ പോണേ? അവിടെ നിൽക്കുക കേട്ടോ, അവിടെ നിൽക്കേ. പോയാ മാറി കിട്ടോ. ഇത്രയും ഇതുണ്ട്. അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് കയറിപ്പോയാൽ മതി. ക്ഷുദ്രജീവികളുണ്ടെന്നാ? ഈശ്വര, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയല്ലേ. ഇവിടെ വരേണ്ടവർക്ക് ഇല്ലിക്കക്കല്ല്, ചോനമല, ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നമുക്കിവിടെ കൃത്യമായിട്ട് വരാൻ പറ്റും. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടൻ പതുക്കെ ഇച്ചിരി ഇറങ്ങാൻ പോവാണ്. അതെ, ബൈ ബൈ. ഓക്കെ, മാർമല വെള്ളച്ചാട്ടം കാണാം. പിന്നെ മെയിനായിട്ടും പറയാൻ വിട്ടുപോയ 2 കാര്യം പറയാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേമ്പനാട്ട് ലേക്ക് കാണാം. പിന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അതിൻ്റെ സിഗ്നൽ ലൈറ്റ് കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അത്യാവശ്യം പിന്നെ പാലാപ്പള്ളി
ജൂബിലി പള്ളി കാണാൻ പറ്റുമെന്ന് പറയണേ. അങ്ങനെ കുറേ അധികം കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ഒരു മലയിലാട്ടോ നമ്മൾ കയറിയത്. ഇത് ഇല്ലിക്കക്കല്ല്. ഇത് നമ്മൾ കയറിയത് ഈ വഴി ഇങ്ങനെ കയറി ഇവിടെ എത്തി. അതായത് ഇല്ലിക്കക്കല്ലിനേക്കാളും പൊക്കത്തിലായിരുന്നു നമ്മൾ കയറിയത്.